തമിഴിൽ കണ്ട പോലെ മക്കളെ വെയിറ്റേജ് അറിയാതെ ഒരിക്കലും നിങ്ങളെ എക്സാമിന് പോയത്. നമുക്ക് ഇംഗ്ലീഷിൽ ടോട്ടൽ പഠിക്കാൻ 5 യൂണിറ്റുകൾ ഉണ്ട്. ഏതൊക്കെ രൂപത്തിലാണ് നമ്മളോട് വെയിറ്റേജ് ചോദിച്ചാൽ നമുക്ക് നോക്കാം മക്കളെ. അതായത് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മളോട് എന്ത് ചെയ്യൂടാ, നമ്മളോട് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ യൂണിറ്റ് നമ്മളോട് ചോദിക്കും. അതുപോലെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മളോട് എന്ത് ചെയ്യൂടാ, നമ്മളുടെ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മളോട് 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതുപോലെ നാലാമത്തെ യൂണിറ്റിൽ നിന്ന് 12 മാർക്ക്, അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് 15 മാർക്ക്. ദെൻ പിന്നെ ഒരു ജനറൽ പോർഷൻസ് ഉണ്ട്, അതിൽ നിന്നും 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആദ്യം പഠിച്ച നമ്മൾ പഠിച്ച യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ്. നമ്മൾ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന യൂണിറ്റ് ആയിരുന്നു ഒന്നാമത്തെ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആവും ആ സാധനം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആയിട്ടുള്ള 15 മാർക്ക് എന്തിന് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ചാപ്റ്ററിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നും കൂടി ഈസി ആകാൻ പറ്റും. സോ അതിനുശേഷം ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ യൂണിറ്റിനാണ് നമുക്ക് 15 മാർക്കിന്റെ സ്കോറിന് വെയിറ്റേജ് ഉള്ളത്. അതായത് നമ്മൾ ഒരു എക്സാമിനും ഇതുവരെ ആ അഞ്ചാമത്തെ യൂണിറ്റ് നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ ഒരു എക്സാമിന് ഒരു മോഡൽ എഴുതി. സോ അതിൻ്റെ ഒരു സാധനം നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏറെക്കുറെ ഈസി ആയിരിക്കും. ഇപ്പോഴത്തെ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആയിരിക്കും, ഇപ്പോഴത്തെ നമ്മൾ മോഡൽ എക്സാമിനൊക്കെ പഠിച്ച ചാപ്റ്റേഴ്സ് ആണത്. അതുകൊണ്ട് നമുക്ക് 15 മാർക്കിൻ്റെ ഒരു പിന്നെ ഇതെന്ന് പറയുന്നത് യൂണിറ്റ് 5 നിന്ന് നമ്മളോട് ചോദിക്കുന്നത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ യൂണിറ്റ് 1 ഇത് രണ്ടും നമുക്ക് ഭയങ്കര ഈസി ആയുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 യൂണിറ്റിൽ നമ്മളോട് കൂടുതൽ വെയിറ്റേജ് ഉള്ള മാർക്ക് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം 13 മാർക്കിനുള്ള ഒരു സാധനം യൂണിറ്റ് 3 നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ച ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. 13 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഗ്രാമർ പോർഷൻസ് എന്തൊക്കെ എന്ത് ചെയ്യും, ഒരു 13 മാർക്കിന്റെ ഒരു സാധനം എന്തെങ്കിലും എന്ത് ചെയ്യും ചോദിക്കും. അതല്ലാതെ ഈ 13 മാർക്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ പുറത്തുനിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. അതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം. ഇതിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസുമായിട്ട് കൃത്യം ഏതൊക്കെ നമ്മുടെ MS സൊല്യൂഷന്റെ 10ാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഞാനും നമ്മുടെ സ്വന്തം ഷാഫി സാറും ഇന്ന് രാത്രി വരുന്നുണ്ട്. മക്കളെ ലൈവിലേക്ക് വന്നോ, നിങ്ങൾക്ക് A+ ഉറപ്പിക്കാം.